السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يجدك يتيما فآوى. صدق الله العظيم. وقال النبي صلى الله عليه وسلم: أكرموا أولادكم وأحسنوا أدبكم، أو كما قال عليه الصلاة والسلام. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്യുന്നതായ ഇബാദത്തുകൾ, നമസ്കാരങ്ങൾ, മറ്റു മുഴുവൻ സൽക്കർമ്മങ്ങളും അതിൽ വന്നുപോയിട്ടുള്ളതായ വീഴ്ചകളൊക്കെ പരിഹരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും കബൂലാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ജീവിതമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം ആ തങ്ങളുടെ ജീവിതം പോലെയാക്കി തീർക്കുവാൻ, നാളെ തങ്ങളോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം, പരിശുദ്ധമായ ജീവിതം, തങ്ങളുടെ ഉമ്മായുടെ വേർപാട് വരെയാണ് നമ്മൾ എത്തി നിന്നത്. 6 വയസ്സായപ്പോൾ തന്റെ ഉമ്മായും മരണപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്തും യതീമായി മാറുകയുണ്ടായി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളുടെ പരിപാലനം, തങ്ങളുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി. തന്റെ വാപ്പായുടെ വാപ്പയായ അബ്ദുൽ മുത്തലിബിലേക്ക് ഏൽപ്പിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുപ്പത്തിൽ 4 പേരാണ്, 4 സ്ത്രീകളാണ് പാല് നൽകിയിട്ടുള്ളത്. ഒന്ന് തന്റെ ഉമ്മയായ ആമിന ബീവി, മറ്റൊന്ന് അബൂലഹബിന്റെ അടിമയായ സുവൈബ എന്ന് പറയുന്ന സ്ത്രീ. അവർ കുറച്ചു നാള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാല് നൽകിയിട്ടുണ്ട്. അതിന്റെ പേരിൽ അവരും തങ്ങളുടെ റളാഇയായ പാലുകുടി ബന്ധത്തിലൂടെയുള്ള ഉമ്മയായിരുന്നു. അതുപോലെ ഹലീമ ബീവി, പിന്നെ ബനു സഅദ് ഗോത്രത്തിൽപ്പെട്ട മറ്റൊരു സ്ത്രീ. അങ്ങനെ ചരിത്രത്തിൽ 4 പേരെ കുറിച്ച് പറയപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം ഉമ്മ നേരത്തെ വഫാത്തായി പോയി. അതുകൊണ്ട് ഉമ്മായെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, ഉമ്മായെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, മാതാപിതാക്കളോടുള്ള കടമകൾ എന്തൊക്കെയാണ് എന്ന് നബിതങ്ങൾ തന്റെ അധ്യാപനത്തിലൂടെ നമുക്ക് ധാരാളമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നബിതങ്ങളുടെ ജീവിതം കൊണ്ട് അത് കാണിച്ചു തരാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അത് അല്ലാഹുവിന്റെ മറ്റു ചില ഹിക്മത്തുകളാണ്. എന്നിരുന്നാൽ പോലും തന്റെ റളാഇയായ ഉമ്മമാരോടുള്ള സ്നേഹത്തെ കാണിച്ചുകൊണ്ട്, അതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് നബിതങ്ങൾ ആ സന്ദേശം ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. ഹലീമ ബീവിയോടും
അതുപോലെ ഈ സുവൈബ എന്ന സ്ത്രീയോട് വല്ലാത്ത ആദരവും സ്നേഹവും ബഹുമാനവും കരുതലും ഒക്കെ നബിതങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. തങ്ങൾ നിരന്തരം സന്ദർശിക്കാൻ വേണ്ടി പോകുമായിരുന്നു. മദീനയിലേക്ക് ഹിജറ പോയതിനു ശേഷം അവിടെ നിന്നും തന്റെ ഉമ്മയായ ഈ സുവൈബാക്ക് സമ്മാനങ്ങളും ഹദിയകളും ഒക്കെ കൊടുത്തു വിടുമായിരുന്നു. ഒടുവിൽ ഫത്ഹ് മക്കയിലേക്ക് നബിതങ്ങൾ വന്നപ്പോൾ സുവൈബയെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ മരണപ്പെട്ടു എന്ന് വിവരം കിട്ടി. ആ വിവരം കേട്ട് നബിതങ്ങൾ ഒരുപാട് വിഷമിക്കുകയും കരയുകയും ചെയ്തു എന്ന ചരിത്രത്തിൽ കാണാം. അപ്പോൾ ഒരു വശത്ത് മാതാപിതാക്കളെ ഒരു ഭാരമായി കാണുന്ന, മാതാപിതാക്കളെ ചവിട്ടിപ്പുറത്താക്കുന്ന, മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് ആക്കുന്നതായ ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കളോട് പോലും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ കാണിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വളർത്തുമ്മമാരായ, തനിക്ക് പാല് തന്ന ആ വകയിലുള്ള ഉമ്മമാരോട് പോലും ഇത്രത്തോളം ആദരവും ബഹുമാനവും സ്നേഹവും കാണിച്ചുകൊണ്ട് ഉമ്മത്തിന് മാതൃക നൽകുകയുണ്ടായി. നമ്മൾ എത്രത്തോളം നമ്മളുടെ സ്വന്തം മാതാപിതാക്കളോട് സ്നേഹം കാണിക്കണം, അവരോട് ആദരവ് കാണിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളോടുള്ള സ്നേഹവും ആദരവും അവരോടുള്ള കടമകളും ഇത്രത്തോളം പഠിപ്പിച്ചിട്ടുള്ളതായ, അത്രയും കൂടുതൽ അധ്യാപനങ്ങൾ നൽകിയിട്ടുള്ള വേറൊരു മതവും വേറൊരു പ്രത്യയശാസ്ത്രവും ലോകത്തില്ല. നിന്റെ സ്വർഗം ഇരിക്കുന്നത് നിന്റെ ഉമ്മായുടെ കാൽപ്പാദത്തിന്റെ അടിയിലാണ്. അഥവാ നീ എത്ര തന്നെ ഉയരങ്ങളിലേക്ക് എത്തിയാലും നിനക്ക് സ്വർഗത്തിൽ കയറണമെങ്കിൽ നീ നിന്റെ ഉമ്മായുടെ കാൽക്കീഴിലേക്ക് വരണം. നിന്റെ വാപ്പായെ സന്തോഷിപ്പിക്കണം, എങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ തൃപ്തി നേടി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത്ര വലിയ അധ്യാപനം പരിശുദ്ധമായ ഇസ്ലാമിന് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. നബിതങ്ങളുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് മാതാപിതാക്കളോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലേക്ക് നബിതങ്ങൾ വരികയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയതായ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി പറയുന്നുണ്ട്. അതിലൊന്നാമതായിട്ട് പറഞ്ഞത് അലം യജിദുക യതീമൻ ഫആവ, അല്ലയോ തങ്ങൾ യതീമായി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നില്ലേ? അന്ന് ഞാൻ താങ്കൾക്ക് അബ്ദുൽ മുത്തലിബിലൂടെ പിന്നീട് അബൂ താലിബിലൂടെ താങ്കൾക്ക് സംരക്ഷണവും താങ്കൾക്ക് പരിചരണവും ഒക്കെ ഞാൻ നൽകിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണം കിട്ടിയത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു അനുഗ്രഹമായിരുന്നു. അബ്ദുൽ മുത്തലിബിന് തന്റെ ഈ ചെറുമകനോട് അങ്ങേയറ്റം സ്നേഹമായിരുന്നു, വാത്സല്യമായിരുന്നു, ബഹുമാനമായിരുന്നു. അബ്ദുൽ മുത്തലിബ് അറേബ്യയിലെ മക്കയിലെ ഏറ്റവും വലിയ നേതാവാണ്, എല്ലാവരും ആദരിക്കുന്ന നേതാവാണ്. പരിശുദ്ധമായ കാബയുടെ വാതിലിന്റെ മുമ്പിലായി അബ്ദുൽ മുത്തലിബിനായിട്ട് ഒരു ഇരിപ്പിടം സ്ഥാപിക്കുമായിരുന്നു. അവിടെ ഒരു പരവതാനി വിരിക്കുമായിരുന്നു. അബ്ദുൽ മുത്തലിബിനെ കാണാൻ വരുന്നവർ, അത് മക്കളാണെങ്കിൽ പോലും, ആ പരവതാനിയിലേക്ക് കയറി ഇരിക്കാനുള്ള അവകാശമോ ധൈര്യമോ ഉണ്ടായിരുന്നില്ല. അബ്ദുൽ മുത്തലിബ് വന്നവിടെ ഇരുന്നതിന് ശേഷം അബ്ദുൽ മുത്തലിബിനോട് അനുവാദം ചോദിച്ചിട്ട് മാത്രമേ അവിടെ ഇരിക്കാൻ എല്ലാവർക്കും പറ്റുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ മാറി കാത്തു നിൽക്കും അബ്ദുൽ മുത്തലിബ് വരുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വന്നാൽ തങ്ങൾ നേരെ പോയി അവിടെ പോയിരിക്കും. ആരെങ്കിലും അദ്ദേഹത്തെ തങ്ങളെ തടയാൻ പോയാൽ അബ്ദുൽ മുത്തലിബ് തന്നെ പറയും, എന്റെ ഈ മകനെ നിങ്ങൾ ആരും തടയരുത്, അവൻ എന്റെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ താഴെ ഇരിക്കും, എന്നാൽ പോലും എന്റെ ഈ മകനെ നിങ്ങൾ ആർക്കും തടയാൻ അവകാശമില്ല. ആ രീതിയിൽ അബ്ദുൽ മുത്തലിബിന്റെ ആ ഇരിപ്പിടത്തിൽ സിംഹാസനം എന്ന് പറയാം, ആ സിംഹാസനത്തിൽ നബിതങ്ങൾക്ക് അത്രയും വലിയ അവകാശം വകവച്ചു കൊടുത്തിരുന്നു അബ്ദുൽ മുത്തലിബ്. അത്ര വാത്സല്യം കാണിച്ചിരുന്നു, മക്കൾക്ക് പോലും ഇരിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് നൽകിയ തർബിയത്തിന്റെ ഭാഗമായിരുന്നു. ആ രാജസദസ്സിൽ ഇരുന്നു കൊണ്ട്, ഒരു തരത്തിൽ രാജസദസ്സായിരുന്നല്ലോ, ആ രാജസദസ്സിൽ ഇരുന്നു കൊണ്ട് രാജാക്കന്മാർ, നേതാക്കന്മാർ,
നാട്ടുരാജാക്കന്മാർ, ഇവരൊക്കെ പരസ്പരം സംസാരിക്കുന്നത്, അവരുടെ പരസ്പരമുള്ള പെരുമാറ്റങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണെന്ന് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു കോഴ്സായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അള്ളാഹു ഒരുക്കി കൊടുത്തു. തങ്ങളൊരു നേതൃത്വത്തിലേക്ക് വരാനുള്ളതാണ്. അപ്പൊ നേതാക്കന്മാരോട് പെരുമാറേണ്ട ശൈലിയും ആ രൂപങ്ങളും ഒക്കെ കണ്ടുപഠിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ ഒരു അവസരമായിരുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലും ഇതുപോലൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. യൂസുഫ് നബി ജീവിച്ചത് കനാൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. പക്ഷേ യൂസുഫ് നബിയുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം അന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ വികസിത രാജ്യമായ, ഏറ്റവും വലിയ സംസ്കാരത്തിന്റെ ലോകമായി അറിയപ്പെട്ടിരുന്ന മിസ്രിന്റെ, ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കുക എന്നുള്ളതായിരുന്നു. ജീവിക്കുന്നത് അല്ലെങ്കിൽ ജനിച്ചത് കനാൻ എന്ന ഗ്രാമത്തിൽ. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം അന്നത്തെ ഏറ്റവും വലിയ രാജ്യമായ ഈജിപ്തിന്റെ നേതാവാക്കുക എന്നുള്ളത്, രാജാവാക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന് അവിടെ നിന്ന് നേരെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ രാജാവാക്കാമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് നേരെ സഹോദരങ്ങൾ കാരണമായി കൊട്ടക്കിണറ്റിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് കച്ചവട സംഘത്തിന്റെ കൈകളിലേക്ക്, അവിടെ നിന്ന് മിസ്രിന്റെ ചന്തയിലേക്ക് എത്തിച്ചു. അവിടെ നിന്ന് മിസ്രിലെ ഏറ്റവും വലിയ മന്ത്രിയുടെ വീട്ടിലേക്ക് എത്തിച്ചു. കുറെ നാള് ഏറ്റവും വലിയ മന്ത്രിയുടെ, അവിടുത്തെ പ്രധാനമന്ത്രിയുടെ വീട്ടിലായിരുന്നു, അസീസ് മിസ്രിന്റെ വീട്ടിലായിരുന്നു യൂസുഫ് നബി കഴിഞ്ഞത്. തഫ്സീറിന്റെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ആ ഒരു കാലയളവ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബിക്ക് നൽകിയത് ഒരു ഉന്നതമായ ഒരു പദവിയിലേക്ക് എത്താനുള്ളതാണ്. അതിനു മുമ്പായിട്ട് അതിനുള്ള തർബിയത്ത്, അതിനുവേണ്ടിയുള്ള പരിശീലനം നൽകുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ വീട്ടിലാകുമ്പോൾ ബാക്കിയുള്ള മന്ത്രിമാരെല്ലാം അവിടെ വരും. അവരുടെ പരസ്പരമുള്ള പെരുമാറ്റങ്ങൾ, ശൈലികൾ, അവരുടെ കൊടുക്കൽ വാങ്ങലുകൾ, സംസാരങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കി ആ ഒരു ദർജയിലേക്ക് എത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശീലനത്തിന് വേണ്ടിയാണ് അവിടെ താമസിപ്പിച്ചത് എന്ന് കിതാബുകളിൽ കാണാം. ഇതുപോലെയായിരുന്നു അബ്ദുൽ മുത്തലിബിന്റെ മജ്ലിസിൽ നബിതങ്ങൾ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നബിതങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ടായി. അബ്ദുൽ മുത്തലിബിന് നബിതങ്ങളോട് വലിയ സ്നേഹവും ആദരവുമായിരുന്നു. ഒരിക്കൽ എന്തോ ആവശ്യത്തിന് വേണ്ടി അബ്ദുൽ മുത്തലിബ് തങ്ങളെ പറഞ്ഞു വിട്ടു. ആ ചെറുപ്പകാലത്തിലാണ്. കുറെ നേരമായിട്ടും കാണാതായപ്പോൾ അബ്ദുൽ മുത്തലിബിന് വെപ്രാളമായി പരിശുദ്ധമായ കഅബയെ ഇങ്ങനെ തവാഫ് ചെയ്തുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മുഹമ്മദിനെ നീ തിരിച്ചു തരണേ അല്ലാഹ്, എന്റെ മുഹമ്മദിനെ തിരിച്ചു തരണേ അല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അത്ര വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു, വാത്സല്യമായിരുന്നു. അബ്ദുൽ മുത്തലിബിന്റെ വാത്സല്യം അങ്ങേറ്റം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചു. പക്ഷേ വെറും 2 വർഷം മാത്രം, 2 വർഷം മാത്രമേ ആസ്വദിക്കാൻ സാധിച്ചു. അതിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. ഇതൊരു സ്വാഭാവികമായ സംഭവമാണ്. എല്ലാ മക്കളും അവരുടെ ഉപ്പുപ്പമാരിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വാപ്പുപ്പമാരിൽ നിന്ന് ആ ചെറുപ്പ കാലഘട്ടത്തിൽ ഒരുപാട് വാത്സല്യത്തോടു കൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പൊതുവെ വാപ്പാമാരിൽ നിന്നുള്ള വാത്സല്യങ്ങൾ മക്കൾക്ക് കിട്ടൽ കുറവാണ്. മക്കൾക്കും പരാതിയാണ്, മാതാപിതാക്കൾക്കും പരാതിയാണ്. മാതാപിതാക്കൾക്ക് അവരുടെ ജോലി തിരക്കിന്റെ പേരിൽ, പലവിധ തിരക്കുകളുടെ പേരിൽ ആ ചെറുപ്പ കാലഘട്ടത്തിൽ മക്കളെ ലാളിക്കാനോ സ്നേഹിക്കാനോ പറ്റാതെ വരും. ഇത് മാതാപിതാക്കളുടെ കുറ്റം തന്നെയാണ്. മക്കൾക്ക് വേണ്ടി സമയം കൊടുക്കണം. മക്കൾക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്ക് വേണ്ടി സമയം കൊടുക്കണം. തിരക്കിന്റെ പേരിൽ നമ്മൾ മസിൽ പിടിച്ചവരായി, നമ്മൾ ഗൗരവം കാണിക്കുന്നവരായി, കർക്കശക്കാരായി മാറി നിൽക്കും. മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും അവരുടെ ഭാവിക്ക് വേണ്ടിയും ഒക്കെ തന്നെയാണെങ്കിലും ആ പ്രായത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു സ്നേഹവും ലാളനയും അത് കിട്ടാതെ പോകുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ മക്കളിൽ നിന്ന് സ്നേഹം കിട്ടേണ്ടതായ ഒരു കാലഘട്ടം മാതാപിതാക്കൾക്ക് വരുമ്പോൾ അവരുടെ സ്നേഹം ഇവർക്ക് കിട്ടാതെയും പോകുന്നു. മറുവശത്ത് മക്കൾക്കും ഒരു പരാതിയുണ്ട്. വാപ്പ വലിയ ഗൗരവക്കാരനാണ്, കടുപ്പക്കാരനാണ്, ദേഷ്യക്കാരനാണ്. മക്കൾക്കൊക്കെ ഉമ്മമാരോട് സ്നേഹം കൂടുതലായിരിക്കും, വാപ്പാമാരോട് അകൽച്ചയായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ വാപ്പാമാർ എന്തുകൊണ്ടാണ് കടുപ്പം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മസില് പിടുത്തം കാണിക്കുന്നത്, ഇതൊക്കെ വാപ്പായുടെ ആ ദറജയിലേക്ക് എത്തുമ്പോൾ മക്കൾ മനസ്സിലാക്കും. പക്ഷെ അപ്പോഴേക്കും പിന്നെ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും.
അതുകൊണ്ട് മക്കൾ തിരിച്ചറിയേണ്ടത്, വാപ്പാമാര് കടുപ്പം കാണിക്കുകയാണെങ്കിൽ, ഗൗരവക്കാരനാണെങ്കിൽ ആ ഗൗരവത്തിന്റെയും അപ്പുറത്തുള്ള ഒരു തുടിക്കുന്നതായ ഒരു ഹൃദയമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾക്ക് വേണ്ടി നിരന്തരം ചിന്തിച്ച് പരിശ്രമിക്കുന്നതായ ആ ഒരു മനസ്സിനെ നമ്മൾ കാണാതെ പോവുകയാണ്. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറ്റവുമാണ്. ഒരു ചിന്തകന്റെ വാക്ക് ഈ അടുത്ത സമയത്ത് വായിക്കാൻ സാധിച്ചു. ദുനിയാ മേ സബ്സെ ബഡി ഖാമോശി കാ റിശ്ത ബാപ് ബേട്ടെ കാ റിശ്ത ഹോതാ ഹൈ. ലോകത്തെ ഏറ്റവും നിശബ്ദമായ സ്നേഹം, നിശബ്ദമായ ബന്ധം, അത് വാപ്പായും മകനും തമ്മിലുള്ള ബന്ധമാണ്. വല്ലാത്ത അർത്ഥമുള്ള ഒരു വാക്കാണ്. മുമ്പോട്ടേക്ക് പറയുന്നുണ്ട്, ജീവിതം മുഴുവനും കഴിഞ്ഞു പോയാലും, വർഷങ്ങൾ കഴിഞ്ഞു പോയാലും രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് നിങ്ങളെ അങ്ങേയറ്റം ഇഷ്ടമാണ്, എനിക്ക് മോനെ നിന്നെ അങ്ങേയറ്റം ഇഷ്ടമാണെന്ന് പരസ്പരം ഒരിക്കൽ പോലും പറയാൻ കഴിയാതെ ആ ജീവിതം കഴിഞ്ഞു പോകും. ഇതാണ് യാഥാർത്ഥ്യം. ഓരോ മകനും ആഗ്രഹിക്കും വാപ്പായോട്, വാപ്പ എനിക്ക് അങ്ങേയറ്റം ഇഷ്ടമാണെന്ന് പറയണമെന്ന്. പക്ഷെ പറയാൻ കഴിയാതെ പോയി. ഓരോ വാപ്പായും ഇങ്ങനെ തുടിക്കുന്നുണ്ടാവും മകനെ കെട്ടിപ്പിടിച്ചൊന്ന് മുത്തം കൊടുക്കണമെന്ന്, മകനെ എനിക്ക് നിന്നെ അങ്ങേയറ്റം സ്നേഹമാണെന്ന് പറയണമെന്ന്. പക്ഷെ തിരക്കുകളുടെ പേരിൽ, പലവിധ ടെൻഷനുകളുടെ പേരിൽ നമുക്കും പറയാൻ കഴിയാതെ പോകും. അതുകൊണ്ട് മക്കൾക്ക് സ്നേഹം കൊടുക്കേണ്ടതായ സമയത്ത് സ്നേഹം കൊടുക്കണം. എങ്കിലേ നമുക്ക് അവരിൽ നിന്ന് സ്നേഹം കിട്ടേണ്ടതായ ഒരു കാലഘട്ടം വരുമ്പോൾ അത് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതൊരു ലോകത്തിന്റെ തർത്തീബാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വാഭാവികമായി നമ്മൾ ഇത്തരത്തിലുള്ള തിരക്കിന്റെ കാലഘട്ടത്തിൽ അവർക്ക് സ്നേഹം കിട്ടേണ്ടത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്, ഉപ്പൂപ്പാമാരിൽ നിന്നാണ്, വാപ്പൂപ്പാമാരിൽ നിന്നാണ്. ആ സ്നേഹത്തിനുള്ള അവസരം കൂടി നമ്മൾ മാറ്റിവെക്കരുത്, നമ്മൾ ഇല്ലാതാക്കരുത്. ഉപ്പൂപ്പാമാരിൽ നിന്ന്, വാപ്പൂപ്പാമാരിൽ നിന്ന് നമ്മൾ മക്കളെ അകലെയാക്കുന്നു, ദൂരെയാക്കുന്നു. അവർക്ക് വാത്സല്യം കിട്ടേണ്ടതായ ആ കാലഘട്ടത്തിൽ അതുകൂടി കിട്ടാതെ വരും. നമ്മളുടെ വീട്ടിലെ മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ ആ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ അവരുണ്ടാകുന്നതായ സഹനത, സ്നേഹം, അനുകമ്പ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ച്, നമ്മുടെ മക്കൾ അനുഭവിച്ച് വളരേണ്ടതാണ്. നമ്മൾ ആ സമയത്ത് ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപ്പൂപ്പാമാരിൽ നിന്ന്, വാപ്പൂപ്പാമാരിൽ നിന്നൊക്കെ നമ്മുടെ മക്കളെ അകറ്റുന്നു. അത് അവരോട് കാണിക്കുന്ന അക്രമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു തർത്തീബ് നൽകിയത് അബ്ദുൽ മുത്തലിബ് എന്ന തന്റെ ഉപ്പൂപ്പയിൽ നിന്ന്, വാപ്പൂപ്പയിൽ നിന്ന് ആ ഒരു സ്നേഹവും അനുകമ്പയും അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഒരുക്കി കൊടുത്തതാണ്. ആ അവസരം നമ്മൾ നമ്മുടെ മക്കൾക്കും ഒരുക്കി കൊടുക്കണം. അവരിൽ നിന്ന്, അവരുടെ വാത്സല്യത്തിൽ നമ്മൾ അകറ്റി മാറ്റുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപ്പൂപ്പാമാരും വാപ്പൂപ്പാമാരും ചെറുമക്കളെ ആ രീതിയിൽ സ്നേഹിക്കാനും വാത്സല്യം കാണിക്കാനും ഒക്കെ പരിശ്രമിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അക്രിമു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആദരിക്കണം, റെസ്പെക്ട് കൊടുക്കണം. വഅഹ്സിനു അദബക്കും, അവരോടുള്ള മര്യാദ, അവരെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കുകയും ചെയ്യണം. നല്ല രീതിയിൽ നിങ്ങളുടെ കർത്തവ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ രീതിയിൽ അബ്ദുൽ മുത്തലിബിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പരിഗണനയും സ്നേഹവും വാത്സല്യവും ഒക്കെ അല്ലാഹു നൽകുകയുണ്ടായി. താൻ യതീമാണെന്ന ആ ഒരു വിഷമത്തെ മാറ്റുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയുണ്ടായി. 2 വർഷങ്ങൾക്ക് ശേഷം അബ്ദുൽ മുത്തലിബ് മരണപ്പെടുകയുണ്ടായി. മരണപ്പെടുന്നതിന് മുമ്പായി തന്റെ മകനായ, തനിക്ക് 10 മക്കളുണ്ടായിരുന്നു അബ്ദുൽ മുത്തലിബ്, അതിൽ അബൂ താലിബിനെ മാത്രം വിളിച്ച് പ്രത്യേകമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുകയുണ്ടായി. അതിനൊരു കാരണം പറയുന്നത്, അബൂ താലിബും അബ്ദുള്ളയും ഒരു ഉമ്മായുടെ മക്കളായിരുന്നു. അബ്ദുൽ മുത്തലിബിന് 10 മക്കളുണ്ടെങ്കിലും പല ഭാര്യമാരിലൂടെയാണ്. അതിൽ അബ്ദുള്ളയും അബൂ താലിബും ഒരു ഉമ്മായുടെ മക്കളായിരുന്നു. അപ്പൊ ബന്ധം കുറച്ചുകൂടി കൂടുതലാണ്. അതുകൊണ്ട് അബൂ താലിബിനെ ഏൽപ്പിക്കുകയുണ്ടായി. ഈ ഒരു കാലഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള അബ്ദുൽ മുത്തലിബ് തന്റെ സംരക്ഷണത്തിൽ വച്ചിരുന്നതായ ആ കാലഘട്ടത്തിൽ നബിതങ്ങളെ കുറിച്ചുള്ള ഒരുപാട് ബശാറാത്തുകൾ, നബിതങ്ങൾ ഭാവിയിൽ ഒരു പ്രവാചകനാകുമെന്നതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം നേരിട്ട് കാണുകയുണ്ടായി. ഇതിന്റെ പേരിൽ നബിതങ്ങളോട് വലിയ സ്നേഹമായിരുന്നു അബ്ദുൽ മുത്തലിബ്. അതിലൊരു സംഭവം, പല സംഭവവും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതൊരു ഒരു തനിച്ച വിഷയമായി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് ഒരിക്കൽ ചർച്ച ചെയ്യാം.
ഒരു സന്ദർഭത്തിൽ സൈഫ് ബിൻ ദി യസൻ എന്ന് പറയുന്ന ഒരാൾ യമനിന്റെ നേതാവായി മാറി. ഇതിന്റെ തുടക്ക ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. യമനിൽ നിന്നും ഒരാൾ റബിയ എന്ന് പറയുന്ന ആള് യാത്ര ചെയ്ത് ഇറാഖിലേക്ക് വന്നു. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായി. ആ മകൻ തുബ്ബ എന്നറിയപ്പെട്ടു. അദ്ദേഹം പിന്നീട് വലിയ രാജാവായി യമനിന്റെ അധികാരം ഏറ്റെടുത്തു. അവരുടെ പരമ്പരയാണ് ഹെമിയർ വംശം എന്ന് പറയപ്പെടുന്നത്. ആ പരമ്പരയിൽ അവസാനം വന്ന ഒരാളായിരുന്നു ദൂനവാസ് എന്ന് പറയുന്നയാൾ. അയാള് ആ നാട്ടിലുള്ളതായ 20,000-ഓളം സത്യവിശ്വാസികളെ കൊല ചെയ്യുകയുണ്ടായി. ഒടുവിൽ നജാഷി രാജാവിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം അവിടെ പോയി അയാളെ കൊലപ്പെടുത്തുകയും ആ രാജ്യം യമനിനെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അവിടുത്തെ ഗവർണറായി അബ്രഹത്ത് ചെന്നു. അബ്രഹത്ത് പിന്നീട് അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പിന്നീട് അവിടെ കാബയെ പോലുള്ള ഒരു കെട്ടിടം പണിഞ്ഞു. അതിനെ ആളുകൾ മോശപ്പെടുത്തിയപ്പോൾ ഒരു സംഘവുമായി കാബയെ തകർക്കാൻ വേണ്ടി വന്നു. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ യമനിൽ നിലവിലുണ്ടായിരുന്ന നജാഷി രാജാവിന്റെ ഭരണമായ അബ്രഹത്തിന്റെ ഭരണം, ആ ഭരണകൂടത്തെ മക്കക്കാർക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. കാരണം മക്കയെ പൊളിക്കാൻ വന്നവരൊക്കെ അവരാണ്. അതിന്റെ പേരിൽ യമനിന്റെ ഭരണകൂടത്തോട് നിലവിലുള്ള മക്കയിലുള്ള ആളുകൾക്ക് വിഷമമായിരുന്നു, ദേഷ്യമായിരുന്നു. അപ്പൊ പഴയ ദൂനവാസിന്റെ ഹിമ്യർ പരമ്പരയിൽപ്പെട്ട ഒരാൾ പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വേറെ എവിടെ പോയി താമസിച്ചിരുന്നു. അയാളായിരുന്നു സൈഫ് ബിൻ ദി യസൻ. അയാൾ പേർഷ്യൻ രാജാവുമായി ബന്ധപ്പെടുകയും പേർഷ്യൻ രാജാവുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം സ്വീകരിച്ചുകൊണ്ട് വലിയൊരു സൈന്യവുമായിട്ട് വന്ന് യമനിനെ ആക്രമിക്കുകയും യമനിന്റെ തന്റെ പഴമ അല്ലെങ്കിൽ പാരമ്പര്യത്തെ, ആ അധികാരത്തെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഈ സംഭവം മക്കക്കാർക്കൊക്കെ വലിയ ഇഷ്ടമായി. അബ്രഹത്തിന്റെ ആ പഴയ നജാഷി രാജാവിന്റെ ഭരണം നഷ്ടപ്പെട്ട് ഹെമിയർ ഭരണത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ മക്കക്കാർക്കൊക്കെ വലിയ ഇഷ്ടമായി. അങ്ങനെ ഓരോ നാട്ടുരാജാക്കന്മാരും ഓരോ നേതാക്കന്മാരും ഈ സൈഫിനെ കണ്ടുകൊണ്ട് അനുമോദനം അർപ്പിക്കാൻ വേണ്ടി യമനിലേക്ക് പോയി. ആ സന്ദർഭത്തിൽ മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബും അനുമോദനം അർപ്പിക്കാൻ വേണ്ടി യമനിലേക്ക് പോയി സൈഫിനെ കാണാൻ. മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് വന്നതറിഞ്ഞപ്പോൾ വലിയ ആവേശത്തിൽ വന്ന് സൈഫ് അദ്ദേഹത്തെ സ്വീകരിക്കുകയും അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. ആ ഒരു നേരത്തെ ഒരു മിനിറ്റിന്റെ സംസാരം കൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബിനോട് വലിയ സ്നേഹമായി. വലിയ നേതാവായിരുന്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തെ 10 ദിവസം അവിടെ താമസിപ്പിച്ചു. തന്റെ കൊട്ടാരത്തിൽ മുഴുവൻ സജ്ജീകരണങ്ങൾ ചെയ്തു കൊടുത്തു. വലിയ ആദരവും വലിയ സൽക്കാരവും ഒക്കെ നടത്തി. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സൈഫ് എന്ന് പറയുന്ന ആള്, ആ രാജാവ് അബ്ദുൽ മുത്തലിബിനെ വിളിച്ച് രഹസ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. ഞാൻ വേദഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. മുൻ വേദഗ്രന്ഥങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, അവസാന കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ അടയാളങ്ങളൊക്കെ വേദഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. അത് വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആ പ്രവാചകൻ ജനിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തിലാണ്. എനിക്ക് അത്ര കൃത്യമായി ഇത് മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ആ അവസാന പ്രവാചകൻ ജനിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ജനിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഇന്ന വിശേഷണങ്ങളുള്ളയാളാണ്, ഇന്ന അടയാളങ്ങളുള്ളയാളാണ്, അദ്ദേഹം ഭാവിയിൽ ഇന്ന രാജ്യങ്ങൾ കീഴടക്കും എന്നൊക്കെ ഒരുപാട് ഇങ്ങനെ വാചാലമായി സംസാരിച്ചു. ഇതൊക്കെ കേട്ട് തിരിച്ചിട്ട് അബ്ദുൽ മുത്തലിബ് മറുപടി പറഞ്ഞു, ആ കുട്ടി ജനിച്ചു. എന്റെ മകനായ അബ്ദുള്ളക്ക് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, മുഹമ്മദ്. നിങ്ങൾ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ആ മുഹമ്മദാണ് വരാൻ പോകുന്ന പ്രവാചകൻ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് അബ്ദുൽ മുത്തലിബ് തിരിച്ച് ആ സൈഫ് എന്ന് പറയുന്ന രാജാവിന് മറുപടി കൊടുക്കുക. ഇതൊരു സംഭവമാണ്. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും ആ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെയും ഇതാണ് ഭാവിയിൽ വരാനുള്ള അവസാന അന്ത്യപ്രവാചകൻ എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതായ ധാരാളം സംഭവങ്ങൾ അവിടെ അരങ്ങേറുകയുണ്ടായി. അതിന്റെ പേരിൽ തന്നെ അബ്ദുൽ മുത്തലിബ് നബിതങ്ങളോട് പ്രത്യേകമായ സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായി. എന്നാലും 2 വർഷത്തോടു കൂടി ആ സ്നേഹവും കരുതലും ഒക്കെ നഷ്ടപ്പെടുകയുണ്ടായി. അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. അതിനുശേഷം നബിതങ്ങളുടെ ഉത്തരവാദിത്തം, നബിതങ്ങളുടെ പരിപാലനം അബൂ താലിബിലേക്ക് വരികയുണ്ടായി. തന്റെ മൂത്താപ്പയായ അബൂ താലിബിലേക്ക് വരികയുണ്ടായി. അബൂ താലിബും ഇതേ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. അബൂ താലിബിന് ഒരുപാട് മക്കൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ മക്കളെക്കാൾ എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു.
കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് വരുന്നതോടുകൂടി അബൂ ത്വാലിബിന്റെ വീട്ടിലും ബർക്കത്ത് കൂടാൻ തുടങ്ങി. നിബിധങ്ങൾ ഇല്ലാതെ അവർ ഒരുമിച്ച് കൂടിയിരുന്ന ഭക്ഷണം കഴിച്ചാൽ ഉള്ള ഭക്ഷണം അവർക്ക് ആർക്കും കഴിയാതെ ഒഴിവായിരുന്നു. പക്ഷെ നിബിധങ്ങളുള്ള സമയത്ത് അവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എല്ലാവരും വയറ് നിറച്ച് കഴിച്ചിട്ട് ഭക്ഷണം ബാക്കിയാവുകയും ചെയ്യും. അതിനുശേഷം അബൂ ത്വാലിബ് ഒരു തീരുമാനമെടുത്തു, ഇനി മുഹമ്മദ് എന്ന മകനില്ലാതെ നമ്മൾ ആരും ഭക്ഷണം കഴിക്കൂല. നബിതങ്ങൾ വരുന്നത് വരെ അവർ കാത്തിരിക്കും ഭക്ഷണം കഴിക്കാൻ. അത്രയ്ക്ക് അബൂ ത്വാലിബിന് നബിതങ്ങളോട് സ്നേഹമായിരുന്നു, അനുകമ്പയായിരുന്നു. പക്ഷെ മക്കയിലെ നേതാവാണെങ്കിൽ തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ വലിയ ദാരിദ്ര്യത്തിലായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. ഉള്ള സമ്പത്തെല്ലാം ഹാജിമാർക്ക് വേണ്ടി ചെലവാക്കുമായിരുന്നു. ഹാജിമാർക്ക് വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് ഭക്ഷണങ്ങൾ കഴിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ മറ്റു ചില ഖിദ്മത്തുകൾക്ക് വേണ്ടി അത് മക്കയിലെ നേതാവിന്റെ ഉത്തരവാദിത്തമായി അവർ കണ്ടിരുന്നു. അങ്ങനെ ചെലവഴിച്ചാണ് അവരൊക്കെ ദരിദ്രന്മാരായി പോയത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ അബൂ ത്വാലിബിനോട് പറയുകയുണ്ടായി, ഞാൻ ഒരു വരുമാന മാർഗമാകുന്നതിന് വേണ്ടി ഞാൻ ആട് മേയ്ക്കുന്നതിന് വേണ്ടി പോകാം. അങ്ങനെ മറ്റു സഹോദരങ്ങളും മറ്റുള്ള ആളുകളും പോകുന്നത് പോലെ തന്നെ നബിതങ്ങളും ആട് മേയ്ക്കാൻ വേണ്ടി പോകാൻ തുടങ്ങി. ആട് മേയ്ക്കുക എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരുടെയും സുന്നത്താണ്. ഹദീസിലൂടെ വരുന്നുണ്ട്, മുഴുവൻ പ്രവാചകന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആട് മേയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. ആട് മേയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് എന്തിനാണ്? അതിന്റെ പിന്നിലും ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഹിക്മത്ത് കിതാബുകളിലെ, ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ആട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വികൃതിയുള്ള ഒരു ജീവിയാണ്, മൃഗമാണ്, കുസൃതിയുള്ള മൃഗമാണ്. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഒന്നിനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ മറ്റൊന്ന് അങ്ങോട്ട് പോകും. ഇത്തരത്തിൽ ഭയങ്കര കുസൃതിയും വികൃതിയുമുള്ള ഒരു വിഭാഗമാണ് ആട്. അപ്പോ ഈ ആടുകളെ നോക്കി അതിനെ പരിപാലിച്ച് ഒരു സമൂഹത്തിനെ പരിപാലിക്കാനുള്ള, നേതൃത്വം നിർവഹിക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ആടിനെ ഏൽപ്പിക്കുന്നത്. മനുഷ്യരും ഇങ്ങനെ തന്നെയായിരിക്കും, വ്യത്യസ്ത നിറങ്ങളിലുള്ളവരായിരിക്കും, വ്യത്യസ്ത സ്വഭാവത്തിലുള്ളവരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഉമ്മത്തിനെ കൃത്യമായി നോക്കാൻ, അവരെ ഒരുമിച്ച് കൂട്ടാൻ, അവരെ ഐക്യമായി മുമ്പോട്ടേക്ക് നയിക്കാൻ ഉള്ള ഒരു പരിശീലനം കിട്ടുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ആട് മേയ്ക്കാൻ കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഓരോ വസ്തുക്കളുമായുള്ള സഹവാസത്തിലൂടെ ഓരോ തരത്തിലുള്ള സ്വഭാവം മനുഷ്യനുണ്ടാകും. സഹവാസത്തിലൂടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും. അതൊരു പൊതു തത്വമാണ്. ആ അടിസ്ഥാനത്തിൽ ആടുകളുടെ കൂട്ടത്തിൽ സഹവസിക്കുന്നതിലൂടെ മനുഷ്യന്റെ ഉള്ളിൽ സഹനത, അനുകമ്പ എന്നൊരു സ്വഭാവം ഉണ്ടാകുമെന്ന് മഹാന്മാർ പറഞ്ഞു. ഒട്ടകത്തിന്റെ കൂട്ടത്തിൽ സഹവസിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാകും, അതൊരു പ്രകൃതമാണ്. അതുപോലെ തന്നെ ആടിന്റെ കൂട്ടത്തിൽ സഹവസിച്ചാൽ മനുഷ്യന്റെ ജീവിതത്തിൽ അനുകമ്പ ഉണ്ടാകും. പ്രവാചകന് അനുകമ്പ എന്ന സ്വഭാവം അത്യാവശ്യമാണ്. കാരണം ഒരു സമുദായത്തെ നോക്കാനുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം അവരുടെ കയ്യിൽ ആടിനെ കൊടുക്കുമായിരുന്നു. മൂസാ നബിയുടെ സംഭവത്തിൽ വരുന്നുണ്ട്, ഒരിക്കൽ മൂസാ നബി ഇതുപോലെ ആടിനെ മേയ്ക്കുന്ന സമയത്ത് ഒരു ആട് വലിയ കുസൃതി കാണിച്ച് ഓടി. അതിന്റെ പുറകെ മൂസാ നബി ഓടി ദേഷ്യം വന്ന് അവസാനം പിടുത്തം കിട്ടാതെ വന്നു. ദേഷ്യം വന്നിട്ട് ഒരൊറ്റ ചോട്ട് കൊടുത്തു. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസായെ വിളിച്ചു, മൂസ, ഒരാട് ഇത്രയും അനുസരണക്കേട് കാണിച്ചപ്പോൾ നീ അതിനെ ഈ രീതിയിൽ ശിക്ഷിക്കുകയുണ്ടായി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്റെ അടിമകളായ മനുഷ്യർ എത്രയോ തവണ എന്നോട് അനുസരണക്കേട് കാണിക്കുന്നു. ഞാൻ അവരോടൊക്കെ ഈ രീതിയിൽ പ്രതികരിക്കാൻ നിന്നാൽ എന്താവും ലോകത്തിന്റെ അവസ്ഥ? എത്രയോ എന്റെ അടിമകൾ എന്നോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു, എന്നോട് എതിര് കാണിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിൽ നിന്ന് ദൂരെ ആയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടൊന്നും ഞാൻ അവരെ ശിക്ഷിക്കുകയോ അവരെ നശിപ്പിച്ചു കളയുകയോ അവരോട് പ്രതികാരം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല മൂസ. ഇതിനു വേണ്ടി അല്ല നിനക്ക് ഞാൻ ആടിനെ മേയ്ക്കാൻ പറഞ്ഞത്, നീ സഹനശീലത പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇതുപോലെ എന്റെ അടിമകളോട് പെരുമാറിയിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലൗ യുആഖിദുല്ലാഹു അൻ-നാസ ബിളുൽമിഹിം മാ തറക അലൈഹാ മിൻ ദാബത്തിൻ. അല്ലാഹു ഓരോ മനുഷ്യരും ചെയ്യുന്നതായ പാപങ്ങൾക്കനുസരിച്ച് ഉടൻ തന്നെ അവർക്ക് ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒരു ജീവജാലങ്ങളും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല, എല്ലാം തകർന്ന് തരിപ്പണമായി പോയേനെ. വലാകി യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ. പക്ഷേ പാപങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്ന് തൗബ ചെയ്യാൻ, അതിൽ നിന്ന് മടങ്ങാൻ, അള്ളാഹുവിലേക്ക് തിരിയാനുള്ളതായ അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് എന്റെ സ്വഭാവം, അത് നീ പഠിക്കണമെന്ന് മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി.
അപ്പൊ ഇത്തരത്തിൽ സഹനത, അനുകമ്പ, എല്ലാവരെയും സമത്വത്തോടു കൂടി കാണാൻ വേണ്ടിയുള്ള കഴിവ്, ഇതൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആടിമേൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായതായ ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അബൂ ത്വാലിബുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിനോടൊപ്പം ഷാമിലേക്ക് യാത്ര പോയത്, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ജുമാക്ക് നമുക്ക് ആ വിഷയങ്ങൾ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, പരിശുദ്ധമായ അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടിയുള്ള അപേക്ഷകൾ കൊടുക്കാനുള്ള സമയമാണ്. ഏകദേശം 20-ാം തീയതി വരെയാണ് അവസാനത്തെ സമയം. ഹജ്ജിന്റെ വിഷയങ്ങളൊക്കെ, അതിന്റെ പ്രാധാന്യതയും അതിന്റെ മഹത്വവും ഒക്കെ നമ്മൾ ഇവിടെ പലതവണ സംസാരിച്ചു കഴിഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് കഴിവുണ്ടായിട്ടും, ഹജ്ജിനുള്ള കഴിവുണ്ടായിട്ടും അവൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയാണെങ്കിൽ അവൻ യഹൂദിയോ നസ്രാനിയോ ആയിട്ടാണ് മരിച്ചു പോകുന്നത്, മുഅ്മിനായിട്ടല്ല മരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളെല്ലാവരും തയ്യാറാണ്. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ തൗഫീഖാണത്. സമ്പത്തെല്ലാം ഒരുമിച്ച് കൂട്ടി വെച്ചെന്ന് പറഞ്ഞ ഒരാൾക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല. 1 രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞ ഹജ്ജ് ചെയ്യാതിരിക്കാൻ പറ്റണമെന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുക, ദുആ ചെയ്യുക, പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴികൾ തുറന്നു തരും. അതുകൊണ്ട് ഈ 20-ാം തീയതിക്ക് മുമ്പായി എല്ലാവരും ആഗ്രഹിച്ച് നിയ്യത്ത് ചെയ്ത് അടുത്ത വർഷത്തെ ഹജ്ജിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക, അതിന്റെ അപേക്ഷകൾ കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പായി ആ പരിശുദ്ധമായ ഭവനം കാണാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.